ഹായ് വാം വെൽക്കം ടു ഇംഗ്ലീഷ് കൗൺസിൽ. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് അല്ലെങ്കിൽ തുടക്കക്കാർക്കുള്ള ഡേ 6 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മുടെ 6ാമത്തെ ക്ലാസ്. സോ ഇന്ന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഒരു വാഹനങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു വണ്ടിയുടെ, ഒരു ട്രെയിനിൻ്റെ, ഒരു ബസ്സിൻ്റെ ഒക്കെ സമയം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പരീക്ഷയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമയം, അതിൻ്റെ ഒരു ഡേറ്റ്, തീയതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദിവസം, ഏത് ദിവസമാണെന്നൊക്കെ ചോദിക്കുന്ന രീതി നമുക്ക് വളരെ ആവശ്യമാണ്. എന്നും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം, അല്ലേ? നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാകും. എക്സാം ഉണ്ടാകാം, ഇൻ്റർവ്യൂ ഉണ്ടാകാം, ഓഫീസ് പോകേണ്ട സമയം ഉണ്ടാകാം. ഇതൊക്കെ, അല്ലെങ്കിൽ ഒരു എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ അടുത്ത ബസ് എപ്പോഴാണ്, അടുത്ത ട്രെയിൻ എപ്പോഴാണ്, ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ ചോദിക്കാൻ വളരെ എന്നും ആവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എപ്പോഴാണ് അടുത്ത വണ്ടി, എപ്പോഴാണ്, എത്ര തീയതിയാണ്, ഏത് ദിവസമാണ്, ഇതൊക്കെ. അപ്പം ഈ രീതികളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് 3 ഫ്രേസുകൾ. ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഒന്നിക്കുന്നതിന് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. 3 ഫ്രേസുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഒന്ന്, വാട്ട് ടൈം ഈസ്, ഏത് സമയത്താണ്. വാട്ട്, ഏത്, ടൈം, സമയം, ഈസ്, ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നുള്ള അർത്ഥമാണ് ഈസിന് വരുന്നത്. സോ വാട്ട് ടൈം ഈസ്, ഏത് സമയത്താണ്. വാട്ട് ഡേറ്റ് ഈസ്, ഏത് തീയതിയിലാണ്. വാട്ട് ഡേ ഈസ്, എത്രാം, ഇപ്പം വാട്ട് ഡേറ്റ് ഈസ് എന്ന് പറയുന്നത് നമ്മൾ എത്രാം തീയതിയാണെന്ന് പറയുമ്പം, വാട്ട് ഡേ ഈസ് എന്ന് പറയുമ്പം ഏത് ദിവസമാണെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, ഏത് ദിവസമാണ്. ഓക്കെ, അപ്പം ഈ 3 ഫ്രേസുകൾ ഉപയോഗിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കാം. അപ്പം ആദ്യമായിട്ട്, ഇപ്പം എനിക്ക് എറണാകുളത്തേക്ക് പോകണം, അടുത്ത ബസ് എപ്പോഴാണെന്നാണ് എനിക്കൊരാളോട് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയമാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വാട്ട് ടൈം ഈസ്, അതാണ് നമ്മുടെ ഫ്രേസ്, വാട്ട് ടൈം ഈസ്. അപ്പോൾ ഏതായാലും നമ്മൾ റെസ്പെക്റ്റോടെ ചോദിക്കുമ്പോൾ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ്, ഇപ്പോൾ എനിക്ക് എറണാകുളത്തേക്കുള്ള ബസ് എപ്പോഴാണെന്നല്ല അറിയണ്ടേ. അപ്പോൾ വാട്ട് ടൈം ഈസ് ദ ബസ് ടു എറണാകുളം, വാട്ട് ടൈം ഈസ് ദ ബസ് ടു എറണാകുളം. അപ്പം എറണാകുളത്തേക്കുള്ള ബസ് എത്ര മണിക്കാണ് എന്നുള്ള അർത്ഥം അതിനകത്തുണ്ട്. ഓക്കെ, വാട്ട് ടൈം ഈസ് ദ ബസ് ടു എറണാകുളം. കുറച്ച് ബഹുമാനം കൂടെ ചേർത്താലോ. ബഹുമാനത്തോടെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ്, വുഡ് യു പ്ലീസും കൂടെ ചേർക്കുക, നമ്മൾ നോക്കിയ രീതി തന്നെ. അപ്പോൾ വുഡ് യു പ്ലീസ് എടുത്ത് നേരെ മുമ്പിലേക്ക്. അപ്പോൾ വുഡ് യു പ്ലീസ് ടെൽ മീ, അല്ലെങ്കിൽ പറയാമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ടെൽ മീ എന്നല്ലേ. അപ്പം വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ ബസ് ടു എറണാകുളം. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ ബസ് ടു എറണാകുളം. അപ്പം ദയവായി എന്നോടൊന്ന് പറയുമോ എറണാകുളത്തേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണെന്ന്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വളരെ ബഹുമാനത്തോടെ ചോദിക്കുന്ന രീതിയും കൂടെയാണ്. ആരോടും നിങ്ങൾക്ക് ഈ ഒരു രീതി ചോദിക്കാം. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ബസ് ടു, വാട്ട് ടൈം ഈസ് ദ ബസ് ടു എറണാകുളം. ഇനി അടുത്ത ബസ് എന്നാണെങ്കിൽ നെക്സ്റ്റ് ബസ്, അവസാനത്തെ ബസ് എന്നാണെങ്കിൽ ലാസ്റ്റ് ബസ്, ആദ്യത്തെ ബസ് എന്നാണെങ്കിൽ ഫസ്റ്റ് ബസ്. അപ്പം ആദ്യത്തെ ബസ് അറിയണമെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ ഫസ്റ്റ് ബസ് ടു എറണാകുളം, അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ, അല്ലെങ്കിൽ വാട്ട് ടൈം ഈസ് ദ ലാസ്റ്റ് ബസ് ടു എറണാകുളം, വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ബസ് ടു എറണാകുളം. അപ്പം നമുക്ക് ഈ രീതിയിലൊക്കെ അടുത്ത ബസ് എപ്പോഴാണെന്നും, ആദ്യത്തെ ബസ് എപ്പോഴാണെന്നും, അവസാനത്തെ ബസ് എപ്പോഴാണെന്നും ഒക്കെ ചോദിക്കാം. ഓക്കെ, ഇത് ബസ്സെന്ന് ഞാൻ എക്സാമ്പിൾ എടുത്തേ ഉള്ളൂ. ട്രെയിൻ ആകാം, പ്ലെയിൻ ആകാം, എന്തും ആയിക്കോട്ടെ. സോ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു മുംബൈ. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി സമയത്തിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ നോക്കി. എനിക്കിനി അടുത്തതായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എത്രാം തീയതി എന്നാണ്. എക്സാം, ഇൻ്റർവ്യൂ എന്തോ ആയിക്കോട്ടെ, ഇത് എത്രാം തീയതിയാണെന്ന് എനിക്കറിയണം. അപ്പം വാട്ട് ഡേറ്റ് ഈസ് എന്നുള്ള ഫ്രേസാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം വാട്ട് ഡേറ്റ് ഈസ് എന്ന് ചോദിച്ചിട്ട് എക്സാമിൽ അറിയണ്ടേ. അപ്പം വാട്ട് ഡേറ്റ് ഈസ് ദ എക്സാം. അപ്പം എത്രാം തീയതിയാണ് പരീക്ഷ, വാട്ട് ഡേറ്റ് ഈസ് ദ എക്സാം, എത്രാം തീയതിയാണ് പരീക്ഷ. അന്ന് ആ ബഹുമാനത്തോടെ ചോദിക്കേണ്ട രീതിയും കൊണ്ട് നമുക്ക് ചേർക്കാം. വുഡ് യു പ്ലീസ് ടെൽ മീ, വുഡ് യു പ്ലീസ് ആണ് ആ ബഹുമാനത്തോടെ നമ്മൾ ചോദിക്കുന്നത്. ദയവായി താങ്കൾ, ടെൽ മീ എന്ന് പറഞ്ഞാൽ പറയുമോ, എന്നോട് എന്നാണ്. അപ്പം വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് ദ എക്സാം. അപ്പം ദയവായി എന്നോടൊന്ന് പറയുമോ എക്സാം എത്രാം തീയതിയാണ്. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് ദ എക്സാം. ഇനി അടുത്ത എക്സാം എന്നാണെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് ദ നെക്സ്റ്റ് എക്സാം. ഇനി ആദ്യത്തെ എക്സാം എന്നാണെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സാം. ലാസ്റ്റ് ആണെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് ദ ലാസ്റ്റ് എക്സാം. ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? ഇനി ആരോടും തീയതിയും ഡേറ്റും ചോദിക്കാമല്ലോ, ഒരു സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഡേ, ദിവസം. ഏത് ദിവസമാണെന്നാണ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രേസാണ് വാട്ട് ഡേ ഈസ്. വാട്ട് ഡേ ഈസ് ദ എക്സാം. ഏത് ദിവസമാണ് നിനക്ക് എക്സാം. വാട്ട് ഡേ ഈസ് ദ എക്സാം, ഏത് ദിവസത്തിലാണ് നിനക്ക് എക്സാം. സോ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേ ഈസ് ദ എക്സാം. വുഡ് യു പ്ലീസ് ടെൽ മീ ആദ്യത്തെ എക്സാം ഏത് ദിവസമാണെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേ ഈസ് ദ ഫസ്റ്റ് എക്സാം. ഏത് ദിവസമാണ് നിനക്ക് ആദ്യത്തെ എക്സാം എന്നാണ് അതിൻ്റെ അർത്ഥം.
ഓക്കെ, അപ്പം വാട്ട് ടൈം ഈസ് എന്ന് ചോദിച്ചാൽ ഏത് സമയത്താണ്, വാട്ട് ഡേറ്റ് ഈസ് എത്രാം തീയതിയാണ്, വാട്ട് ഡേ ഈസ് ഏത് ദിവസമാണ്. ക്ലിയർ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചോദിക്കാമല്ലോ. ഇനി നമുക്ക് റിപ്ലൈ കൊടുക്കാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഇസ് ദ നെക്സ്റ്റ് ബസ് ടു എറണാകുളം. അപ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാം അറ്റ് 5 o'clock. കറക്റ്റ്, അറ്റ് ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് ആ സമയം നമുക്കറിയാമെങ്കിൽ അറ്റ് 5 o'clock 5 മണിക്കാണ്, അറ്റ് 5:15 5:15 എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഒരാൾ സമയം ചോദിക്കുമ്പോൾ റിപ്ലൈ കൊടുക്കുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ബസ് ടു എറണാകുളം ഈസ് അറ്റ് 5 o'clock. ദ നെക്സ്റ്റ് ബസ്, അടുത്ത ബസ് ടു എറണാകുളം, എറണാകുളത്തിലേക്കുള്ള, ഈസ് ആണ് അറ്റ് 5 o'clock 5 മണിക്ക്. അപ്പം ദ നെക്സ്റ്റ് ബസ് ടു എറണാകുളം ഈസ് അറ്റ് 5 o'clock. എറണാകുളത്തേക്കുള്ള അടുത്ത ബസ് 5 മണിക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ നോക്കിയ പോലെ 12-ാം തീയതി നോക്കി, അടുത്ത് നോക്കിയാൽ വാട്ട് ഡേറ്റ് ഈസ് ഏത് തീയതിയാണ്. അപ്പം 12 ഒക്ടോബറിനാണ് എൻ്റെ എക്സാം. അപ്പം നമ്മളെങ്ങനെ പറയും? ഓൺ 12th October. മൈ നെക്സ്റ്റ് എക്സാം ഈസ് ഓൺ 12th October എന്നാണ് പറയേണ്ടത്. 12th. ഓക്കെ, അപ്പോൾ നമ്മൾ 12-ന് പകരം 12th എന്നാണ് ഉപയോഗിക്കേണ്ടത്. സോ മൈ എക്സാം ഈസ് ഓൺ 12th October. 12-ാം തീയതിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഞായറാഴ്ച, ഇനി മൺഡേ ആണ്, തിങ്കളാഴ്ചയാണ് എൻ്റെ എക്സാം എങ്കിൽ മൈ എക്സാം ഈസ് ഓൺ മൺഡേ. ഓൺ മൺഡേ, ഓൺ ഉപയോഗിക്കുക. അപ്പോൾ സമയം നമ്മൾ റിപ്ലൈ ആയിട്ട് കൊടുത്തപ്പം അറ്റ് 5 o'clock എന്ന് പറഞ്ഞാൽ അറ്റ് ഉപയോഗിച്ചു. എന്നാൽ നമ്മൾ ഈ ഒരു കാര്യം ഡേറ്റും ഡേയും പറഞ്ഞപ്പം ഓണും ഉപയോഗിക്കുക. ഓക്കെ, സോ ഇനി ആർക്കും വളരെ സിമ്പിളായിട്ട് ഒരു എക്സാം എപ്പോഴാണെന്നും അതിൽ എത്രാം തീയതിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ എല്ലാവരും ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേ ഈസ്, വാട്ട് ഡേറ്റ് ഈസ്, വാട്ട് ടൈം ഈസ്, ആൻഡ് യു ക്യാൻ റിപ്ലൈ ബൈ യൂസിങ് ദ ടൈംസ് അറ്റ് 5, അറ്റ് 6 അല്ലെങ്കിൽ ഓൺ 12th October, ഓൺ മൺഡേ എന്നൊക്കെ പറയാം. സോ എല്ലാവരും ഈ ക്ലാസ് മനസ്സിലായി, എല്ലാവർക്കും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ എല്ലാവരും വീഡിയോസ് ഓർഡറിൽ കാണുക. നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ എപ്പോഴും Day 1, Day 2, Day 3 ഇങ്ങനെ ഓർഡറിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് എവറി 3 days ക്ലാസ് അപ്ഡേഷൻസ് ഉണ്ടാകും. ഈ ക്ലാസ്സുകൾ നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് എന്നുള്ള ഈ ഒരു സെക്ഷൻ നമുക്ക് കണ്ടിന്യൂഷൻ തന്നെ ഉണ്ടാകും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.